സമയം നമ്മുടെ മുഖ്യ അതിഥിയായി എത്തി പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. പരേഡിന് ലഭിച്ച അനുവാദത്തിലൂടെ പരേഡ് കമാൻഡർ പരേഡ് ആരംഭിക്കുകയാണ്. പതാകവാഹകരെ പരേഡ് ഗ്രൗണ്ടിലേക്ക് പരേഡ് കമാൻഡർ ക്ഷണിക്കുകയാണ്. ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക മധ്യത്തിലും ഇരുവശങ്ങളിലും സ്റ്റുഡന്റ് പോലീസ് ഗൈഡഡ് പദ്ധതിയുടെയും തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസിന്റെയും പതാകകളുമായി സീനിയർ ഗൈഡൻസായ സെന്റ് ഹെലൻസ് വിദ്യാലയത്തിലെ സ്നേഹ, പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈന ക്രിസ്ത്യൻ, വിമല ഹൃദയ വിരാലിയിലെ നിതിലാൽ എന്നിവർ കടന്നുവരുന്നു. ഈ സമയം ദേശീയ പതാകയ്ക്ക് ഈ പരേഡ് നാഷണൽ സല്യൂട്ട് നൽകി ആദരിക്കുകയും ബാൻഡ് ടീം ദേശീയഗാനം ആലപിക്കുകയും ചെയ്തു. നേടിയ പരിശീലനം രാഷ്ട്ര നന്മയ്ക്കായും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുന്നതിനായും ഉപയോഗിക്കുമെന്നും ദേശീയ പതാകയെ സാക്ഷിയാക്കി കേഡറ്റുകൾ പ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതിനായി ബഹുമാനമുള്ള ISHO ജിതിൻ ജി ചാക്കോ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഞാൻ ഉത്തരവാദിത്വബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചിരുന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പൂർത്തിയാക്കി ഈ പതാകവാഹകർ പിൻവാങ്ങുകയാണ്. ഒന്നാമതായി ഈ പരിപാടി വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഗവൺമെന്റ് PNHS സ്കൂളിലെ സീനിയർ കേഡറ്റ് നിവേദന നയിക്കുന്ന 1ാം നമ്പർ പ്ലേറ്റൂണാണ് കടന്നുപോകുന്നത്. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് രണ്ടാമതായി കടന്നു വരുന്നത് PKS ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണ എസ് ചന്ദ്രൻ നയിക്കുന്ന പ്ലറ്റൂണിലെ കേഡറ്റുകളാണ്.
അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് സീനിയർ കേഡറ്റ് ലക്ഷ്മി നയിക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരംകുളം വിദ്യാലയത്തിലെ കേഡറ്റുകളാണ്. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് എട്ടാമതായി കടന്നു വരുന്നത് സെന്റ് ഹെലൻസ് തിരുവനന്തപുരം സ്കൂളിലെ കേഡറ്റുകളാണ്. പ്ലറ്റൂൺ കമാൻഡർ ഷാജി. ഒൻപതാമതായി വയസ്സിന് മുന്നിലേക്ക് കടന്നു വരുന്നത് HS വിരാരിയിലെ കേഡറ്റുകളാണ്. പ്ലറ്റൂണിൽ നയിക്കുന്നത് സീനിയർ കേഡറ്റ് ചന്ദ്രൻ. പത്താമതായി ഈ പരേഡിൽ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരംകുളം വിദ്യാലയത്തിലെ എബിൻ നയിക്കുന്ന പ്ലറ്റൂണാണ്. പരേഡിന് സാക്ഷ്യം വഹിക്കുന്ന രക്ഷകർത്താക്കൾ, ജനപ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ, PTA അംഗങ്ങൾ, ക്ഷണിക്കപ്പെട്ട അതിഥി. ഈ സമയം പരേഡ് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്തതായി ഓൺ ദി സെന്റർ ഡ്രസ് ചെയ്ത് റിവ്യൂ ഓർഡറിൽ മുഖ്യ അതിഥി ആദരിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് പരേഡ്. ായിരിക്കുന്ന ഈ പരേഡ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മീഡിയ ദേവകുമാർ, ഇൻസ്പെക്ടേഴ്സ്, SPOs, എൻ്റെ പ്രിയപ്പെട്ട SPC കേഡറ്റ്സ്, അത് രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ടത് SPCയുടെ കാഞ്ഞിരംകുളം മേഖലയിലുള്ള സ്കൂളുകളിലുള്ള കുട്ടികളുടെ പാസിംഗൗട്ടാണ്. ഏറ്റവും അതിമനോഹരമായി വളരെ ചിട്ടയോടുകൂടി ഇവിടെ ഒരു പരേഡ് കാഴ്ചവെച്ച SPCയുടെ 10 സ്കൂളുകളിലെ കുട്ടികളെയും ആത്മാർത്ഥമായി ഞാൻ അഭിനന്ദിക്കുവാൻ അവസരം ഉപയോഗിക്കുന്നു. കണ്ടപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവുമൊക്കെ നടത്തപ്പെടുന്ന പരേഡിന് കിടപിടിക്കുന്ന രീതിയിലുള്ള വളരെ ചിട്ടയായ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരേഡാണ് ഞാൻ കാണിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് പരിശീലനം നടത്തി ഇതിനെ ഉള്ള ഒരു പരേഡ് കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ഒരു പ്രതിജ്ഞ എടുത്തു, എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ ഞാൻ പൂർണ്ണമായും വിനിയോഗിക്കും. നമ്മൾ എന്തൊക്കെ കഴിവുകളാണ് നമ്മൾ അന്തർലീനമായിരിക്കുന്നത് എന്ന് ആദ്യം നാം മനസ്സിലാക്കി. നമ്മുടെ കഴിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും എന്ന് അവകാശമുണ്ട്, ഒന്ന് എന്ന അർത്ഥമില്ല. കമന്റ് സ്വീകരിക്കുന്നതിനായി ഗവൺമെന്റ് BNHS കുളത്തൂർ സ്കൂളിലെ അടുത്തതായി പ്ലറ്റൂൺ കമാൻഡർ PKS ഹയർ സെക്കൻഡറി സ്കൂളിലെ കൃഷ്ണ ചന്ദ്രനെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അനൂപിയെ ക്ഷണിക്കുന്നു. സെന്റ് ഹെലൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിമലഹൃദയ വിരാലിയിലെ പ്ലറ്റൂൺ കമാൻഡർ ജെർലി, ഗവൺമെന്റ് BNHS കുളത്തൂർ സ്കൂളിലെ ആൻവിത,
കാഞ്ഞിരകുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ ലക്ഷ്മി. സെന്റ് ഹെലൻസ് ഹൈസ്കൂൾ വിമല ഹൃദയ വിരാലി ഹൈസ്കൂളിലെ ചഞ്ചൽ. ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരകുളം എബിൻ ഡേവിസ്. സെന്റ് ഹെലൻസ് ഹൈസ്കൂളിലെ സ്നേഹ. പി കെ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈന ക്രിസ്ത്യൻ. വിമല ഹൃദയ സ്കൂളിലെ നിതിൻ ലാൽ. ഗവൺമെന്റ് ഹൈസ്കൂൾ കാഞ്ഞിരകുളം. സെന്റ് ഹെലൻസ് HS ലൂർദിപുരം. അടുത്തതായി ഗവൺമെന്റ് VNHS സ്കൂൾ കുളത്തൂർ. മാനേജർ ഈ സമയം പരേഡ് പൂർത്തിയാവുകയാണ്. ഈ സമയം പരേഡ് പൂർത്തിയായതായി വിശിഷ്ടാതിഥിയെ അറിയിക്കുകയും പരേഡ് പീൽ ഓഫ് ചെയ്യുന്നതിനായി കമാൻഡർ അനുവാദം തേടിയിരിക്കുകയുമാണ്. പരേഡ് പീൽ ഓഫ് ചെയ്യുന്നതിനായി സെക്കൻഡ് കമാൻഡറിന് പരേഡിന്റെ ചുമതല കൈമാറുന്നു. ചുമതല ഏറ്റെടുത്ത് സെക്കൻഡ് കമാൻഡർ പരേഡ് റിട്ടയർ ചെയ്യുന്നതിനായുള്ള കമാൻഡ് നൽകി കോട്ടയിലേക്ക് ഇടറ്റികളെ നയിക്കുന്നു.